റോഡ് അറ്റകുറ്റപ്പണികൾക്കായി കേരള തമിഴ്നാട് മലയോര റോഡ് താൽക്കാലികമായി അടച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. തമിഴ്നാടിന്റെ കേരള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തേനി ജില്ല. തേനി ജില്ലയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുവാൻ 3 റൂട്ടുകളുണ്ട്. അതായത് കമ്പംമെട്ട്, ബോഡിമെട്ട്, കുമളി എന്നിങ്ങനെ 3 മലയോര റോഡുകളിലൂടെ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിലേക്കും തിരിച്ച് തമിഴ്നാട്ടിലേക്കും കടന്നു പോകുന്നത്. തേനി ജില്ലയിലെ കമ്പം പട്ടണത്തിൽ നിന്ന് തമിഴ്നാട്ടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഹിൽപാസാണ് കമ്പംമെട്ട് ഹിൽപാസ്. മലയടിവാരത്തിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരത്തിൽ നിബിഡ വനത്തിലൂടെയാണ് കമ്പംമെട്ട് കുന്ന് റോഡ് കടന്നു പോകുന്നത്. മലമ്പാതയായതിനാൽ റോഡുകളിൽ വെള്ളം കയറുന്നതും റോഡുകൾ തകരുന്നതും പതിവായതോടെ തകർന്ന റോഡുകളുടെ സംരക്ഷണം ഹൈവേ വകുപ്പാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ കമ്പംമെട്ട് മലയോരം റോഡിൽ 18-ാം നമ്പർ സൂചി വളവിന് സമീപം റോഡ് തകർന്നതിനെ തുടർന്ന് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തകർന്ന റോഡ് ഭാഗത്ത് പേവർ ബ്ലോക്ക് കല്ലുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ ഓടിച്ചിരുന്നു. എന്നാൽ മഴയെ തുടർന്ന് പേവർ ബ്ലോക്ക് കല്ല് ഭാഗം റോഡ് തകർന്നു. പ്രദേശത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി റോഡുകൾ അടച്ചിരിക്കുന്നതിനാൽ കമ്പം മുതൽ കമ്പം വരെയും കമ്പംമെട്ടിൽ നിന്നും കമ്പം വരെയും എല്ലാ വാഹനങ്ങളും നിരോധിച്ചിട്ടുമുണ്ട്. അതിനാൽ കമ്പംമെട്ട് വഴി കടന്നു പോകുന്ന വാഹനങ്ങൾ കുമളി ഹിൽ ചുരം, ബോഡിമെട്ട് മലച്ചുരം വഴി പോകേണ്ടി വരുമെന്ന് ഉത്തമപാളയം ഹൈവേ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതുമൂലം കമ്പംമെട്ട് മലയോരപാത മേഖലയിൽ പോലീസ് നിലയുറപ്പിച്ച് ഗതാഗതം വഴിതിരിച്ചുവിടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B++ grade. Join JPM. Excel on a campus with quest for quality.